ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വന്നേക്കുന്നത് എയർപോർട്ട്. ഈ ഒരു സിസ്റ്റമാണ് നമ്മുടെ ചെടിയൊക്കെ വളർത്താൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന മിറാക്കിൾ ഫാം ഹൗസിലാണ്. നമ്മളോടൊപ്പം ബിജുചേട്ടനാണുള്ളത്. അപ്പോൾ ചേട്ടൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇപ്പോൾ ഇവിടെയുള്ള പ്ലാന്റ് എല്ലാം ഇതിലാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകതകൾ, നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ, അതിൻ്റെ ക്വാളിറ്റി ഒക്കെ പറഞ്ഞുതരാം. നമസ്കാരം ബിജുചേട്ടാ. നമസ്കാരം. അപ്പോൾ ചേട്ടൻ ഇതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം, ഇതെങ്ങനെ ഇതിനകത്ത് കൃഷി ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ. ഇത് എയർ പ്രൂണിങ് പോട്ടാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സിസ്റ്റം കണ്ടോ. ഇതിൻ്റെ അകത്തേക്ക് നമ്മളിങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്ന ഒരു സാധനമുണ്ട്. ഇതൊരു കുറേ കാലങ്ങളായിട്ട് വിദേശ രാജ്യങ്ങളിൽ ബൊട്ടാണിക്കൽ ഗാർഡനുകളിലൊക്കെ കൃഷി ചെയ്തിരുന്ന ഒരു ഐറ്റമാണ്. ഈ ഒരു ചെടിച്ചട്ടി വാങ്ങി ഇവിടെ വെച്ചാൽ ആ ചെടിച്ചട്ടി ഒരു 2-3 വർഷം കഴിയുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽ LD മെറ്റീരിയൽ അടന്നു പോകുന്നുണ്ട് വെയിൽ കൊള്ളുമ്പോൾ. ഈ സാധനത്തെ സംബന്ധിച്ചിടത്തോളം ലാട്രോസ് നമ്മുടെ ഇറിഗേഷന് വേണ്ടി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മിസ്റ്റ് ഇറിഗേഷന് വേണ്ടി ഏലത്തോട്ടങ്ങളിലൊക്കെ ചെയ്യുന്ന ലാട്രോസിൻ്റെ മെറ്റീരിയലാണ്. ഒരു വണ്ടി പോലും ലാട്രോസേ കയറിയാൽ പോവുകയില്ല. മാത്രമല്ല ഇതിൻ്റെ ആ മെറ്റീരിയലിൻ്റെ ഗുണമല്ല പറയാനുള്ളത്, ഇത് എയർ പ്രൂണിങ് ആണ്. ഇതിനകത്തേക്ക് ഒരു ചെടി വെച്ചാൽ ഇതിൻ്റെ തായ്വേര് ഈ എയറിലേക്ക് വന്നിട്ട് അവിടുന്ന് നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ട് ഇതിൻ്റെ വേരുകൾ സൈഡിലേക്ക് പോകുന്ന ഈ ഹോളിലേക്ക് വരും. ഇതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ടൈറ്റ് ഈ ഹോളെല്ലാം ഫില്ല് ചെയ്ത് ഇങ്ങനെ മണ്ണ് ഫില്ല് ചെയ്യുക. ഈ ഹോളെല്ലാം ടൈറ്റാക്കി എന്നിട്ട് ഈ ബേസും ഇങ്ങനെ ടൈറ്റാക്കി മണ്ണ് ഫില്ല് ചെയ്തു. അതിനുശേഷം ചെടി വെച്ചു. ഈ ചെടിയുടെ തായ്വേര് പടലം അവിടെ പോയി അത് പ്രൂൺ ആകും. പ്രൂണായി കഴിയുമ്പോഴത്തേന് നാരുവേര് പടലം സൈഡിലേക്ക് പോകുന്ന അതും ഈ ഹോളിലേക്ക് വന്ന എയറിലേക്ക് വരുമ്പോൾ നമുക്കറിയാലോ ഒരു വണ്ടി സ്റ്റാർട്ടാകണ എയർ വേണം. നമുക്ക് എയർ ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല, എയറാണ്. അതുപോലെ തന്നെ മീൻകുളത്തിൽ അക്വാപോണിക്സിൽ മീൻകുളത്തിൽ എന്തേലും എയർ കൂട്ടിക്കൊടുക്കുന്നു ആ മീനായിരിക്കും ഏറ്റവും കൂടുതൽ ഗ്രോത്ത്, വളർച്ച കിട്ടുന്നത്. അപ്പോൾ ഏത് ചെടിക്കും ഇതൊരു സിസ്റ്റം. നമുക്കറിയത്തില്ല, 6 വർഷമായിട്ട് വന്ന സിസ്റ്റമാണ് ഇത്. ഇന്ത്യ വന്നിട്ട് കുറച്ച് നാളേ ഉള്ളൂ. അപ്പോൾ ഈ പ്രൂണിങ് പോട്ടിനകത്ത് ഒരു ചെടി വെച്ചാൽ ഇപ്പോൾ 50 ലിറ്ററിൻ്റെ ഒരു പോട്ട് ഞാൻ കാണിക്കാം. ഈ ഇരിക്കുന്ന പോട്ടില്ലേ, ഇത് ഈ പോട്ട് കണ്ടോ, അതൊന്ന് ഡെന്നിസ് കാണിച്ചത്. ഈ അതെല്ലാം അവിടെ വെച്ചാൽ മതി. 50 ലിറ്ററിൻ്റെ പോട്ടാണിത്. ഇതിനകത്ത് സംഭവിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ലിറ്ററിൻ്റെ പോട്ടിനകത്ത് 50 ലിറ്റർ കണക്കാണ് പറഞ്ഞത് കേട്ടോ. അതിനകത്ത് ഒരു 10 വർഷത്തോളം ഒരു പഴച്ചെടി നിൽക്കും. ഏകദേശം 15 അടിയോളം പൊക്കത്തിൽ നമുക്കതിനെ ഇതുപോലെ കമ്പികളുണ്ടെങ്കിൽ അതിനെ താങ്ങ് കൊടുത്തുകൊണ്ട് നിർത്താം. മാത്രമല്ല വലിയ ചെടിക്ക് വളർച്ച കൊടുക്കാതെ ചെടി ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. ഈ വേര് പടലങ്ങൾ ഈ സൈഡിലേക്ക് വന്നിട്ട് അവിടെ കൊണ്ട് റൂട്ട് പ്രൂണിങ് നടന്നിട്ട് പുതിയ വേരുകളുണ്ടാവും. ഇത് അഴിക്കുന്ന സമയത്ത് ഫുള്ള് വേരല്ലാതെ ഒന്നും കാണില്ല. മാത്രമല്ല ഓക്സിജൻ നല്ലപോലെ ചെല്ലുന്നതുകൊണ്ട് അസുഖങ്ങൾ ചെടിക്ക് മിത്ര കുമിളികൾ, ജീവാണുക്കൾ ഇതിനകത്ത് പെരുകും. എല്ലാം കൊണ്ട് സൂപ്പറാണ്. ഇത് ഒരു എന്നാ പറയുന്നത്, ഒരു തരംഗം സൃഷ്ടിക്കാൻ പോകുന്ന സാധനമാണ് എന്ന് പറഞ്ഞാൽ. ഇന്ന് നമ്മുടെ എവിടെയാ ഈ എന്നാ പറയുന്നത്, ഫ്ലാറ്റുകൾ കൃഷി ചെയ്യുന്ന സൗകര്യം കുറവുള്ളിടത്ത് ഇതിപ്പം വലിയ ഫ്ലാറ്റുകൾ വിദേശ രാജ്യങ്ങൾ വലിയ മരങ്ങൾ പിടിപ്പിച്ചിരിക്കുന്നതാണ്. ഇതൊരു സംഭവമാണ്. ഇതിൻ്റെ ഒരു ഓപ്പണിങ്ങും അതിൻ്റെ ഒരു കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിനെപ്പറ്റി അറിയാൻ മേലാത്തല്ലോ, യൂട്യൂബിൽ കയറിയാൽ ഇംഗ്ലീഷുകാരുടെ വീഡിയോകളുണ്ട്. അതൊക്കെ കണ്ടാൽ തന്നെ അതിൻ്റെ ഒരു സിസ്റ്റം ഭയങ്കരമാണ്. എല്ലാ പഴച്ചെടികളും ഇതിനകത്ത് നിൽക്കും. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതിനാ ഈ കാണുന്ന പ്രദേശത്ത് മൊത്തം എയർപോർട്ടിനകത്ത് കൃഷി ചെയ്യുകയാണ്. ഈ ഒരു ഇത്ര സ്ക്വയർ ഫീറ്റ്, ഒരു ഏകദേശം ഒരു 400 സ്ക്വയർ ഫീറ്റ് 500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതിനകത്ത് ഫുള്ള് ഇത് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പേ ചെയ്ത് നോക്കി. അന്നേരം ഗ്രോത്ത് ഉണ്ട്, നല്ല ഇതാണ് എന്ന് പറഞ്ഞാൽ. ഇതിനകത്തൂടെ ഇതെല്ലാം ഹോളുകളാണ്. ഇതിനകത്തൂടെ ഒന്നും വെള്ളം പോവില്ല. വെള്ളം പോവുകയല്ല, നല്ല മണ്ണൊന്നും ഒലിച്ചു പോവുകയല്ല. മണ്ണെല്ലാം തെക്കാവും, പെട്ടെന്ന് വേരുപടലാവും, നല്ല വളർച്ചയാവും. ഇതിനെപ്പറ്റി നല്ല സൂപ്പർ സാധനം. പല സൈസിലും ഇവിടെ ഉണ്ടല്ലോ, എല്ലാ സൈസും ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇതൊരു ചെറിയൊരാൾക്ക് ഞാൻ പറയാം, ഞാൻ ഇവിടെ ആപ്രിക്കോട്ട് എന്ന് പറയുന്ന വിദേശീനം പഴങ്ങൾ വെച്ചിട്ടുണ്ട്, ആൽമണ്ട് ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ വെറൈറ്റി പീച്ച്, പീറൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു ചെടി എടുത്തിട്ട് ഇതിനകത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ചെറിയ തൈ സെറ്റ് ചെയ്ത് വെച്ചാൽ 6 മാസം കൊണ്ട് 500 രൂപയ്ക്ക് വിൽക്കുന്ന 1000 രൂപയ്ക്ക് വിൽക്കാം. കാരണം ഭയങ്കര ഗ്രോത്ത് ഉണ്ടാവും. വേരുപടലം കൂടിയിട്ട് ഇത് കൊടുക്കാൻ സമയത്ത് വേണം നമുക്ക് അഴിച്ച് ഇതിപ്പോൾ നമ്മൾ ഒരു ചെടി, ഈ ചെടി നോബ് ഇത് നോക്കി, ഈ നോബ് ഇത് കണ്ടോ, ഈ സാധനം ഇത് സ്ക്രൂ ആണ്, പിടിച്ചോ, പ്ലാസ്റ്റിക്. ഇതും ഇങ്ങനെ അഴിക്കുക. ഇത് നമ്മൾ റീസെറ്റ് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിടത്തേക്ക് മാറ്റി ചെടി വെക്കുന്ന സമയത്ത് ഇത് കണ്ടോ, സിമ്പിൾ കേസ്. അപ്പോൾ ഒരു കാര്യം ഇത് കണ്ടോ,
ഇതിന്റെ ബേസ് അല്ലേ? ഡെനിസ, ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ബേസ് ഇതുണ്ട്, ഈ ബേസിന്റെ ഭാഗം ഇങ്ങനെയുള്ളിടം ഈ വര വരുന്നത് താഴ്വശത്തായിരിക്കണം. ഉള്ളിലോട്ട് തള്ളിയിരിക്കുന്ന ഈ ബട്ടൺ പോലുള്ള സ്ഥലം അകത്തേക്ക് ഇരിക്കണം. ഇത് റീസെറ്റ് ചെയ്യാനും ഇതുണ്ടോ, ഇതിന്റെ മെറ്റീരിയൽ കണ്ടോ, ഇത് ഇതിന്റെ എവിടെയും കൊണ്ടുപോകാം. എങ്ങനെ നമുക്ക് ലൈറ്റ് വെയിറ്റ് സിമ്പിൾ കൊറിയർ അയക്കാൻ പറ്റും. ഞങ്ങൾ കൊറിയർ അയക്കുന്നുണ്ട് ഇവിടുന്ന്. അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാം. ആമസോണിലൊക്കെ 1000 രൂപയുള്ള സാധനം നമ്മൾ 350 രൂപയാണ്. ഏറ്റവും ടോപ്പ് 50 ലിറ്ററിൻ്റെ 50 ലിറ്ററിൻ്റെ സാധാരണ ഒരു ബക്കറ്റ് മേടിക്കണമെങ്കിൽ ഏകദേശം 500 രൂപയ്ക്കടുത്ത് വില വരും. അന്നേരം നമ്മൾ ആ 50 ലിറ്ററിൻ്റെ അളവ് വരുന്നത് ചെയ്യുന്നത് 350 രൂപയ്ക്ക് ഫസ്റ്റ് ക്വാളിറ്റി. നമ്മൾ ഈ ആപ്പിൾ കർഷകർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത്. ഇതിനകത്ത് നമുക്കൊരു 30 രൂപ, ഇതിനൊക്കെ ഒരു 20 രൂപ പോലും ലാഭം വരുമല്ല. കാരണം ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ചെടികൾക്ക് ആവശ്യമായിട്ട് വരുന്നവർക്ക് ഇത് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ്. പിന്നെ നമുക്ക് കൂടുതൽ ഇത് സെയിലാവും. അപ്പോൾ ലാഭം കുറച്ച് ചെയ്യുമ്പോൾ കൂടുതൽ സെയിലാവും. നല്ല മെച്ചമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇഷ്ടംപോലെ ഇത് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് ഓർഡറാണ്, ഇഷ്ടംപോലെ ഓർഡറുണ്ട്. ആ സ്ക്രൂവിങ് അടിച്ച് വീണ്ടും നമ്മൾ ഒരു കാര്യമുണ്ട്, ഇത് ഒന്ന് ഇവിടെ വെച്ച് കാണിക്കാം. ഇതുണ്ടോ, ഇതിങ്ങനെ നിലത്തിട്ടു. ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇത് മൂന്ന് ഐറ്റംസാണ്. ഒരു ബേസ് കാണുന്നുണ്ട്, ഒരു ബേസ്. ഇത് 2 ഈ നോബ് പോലെ സ്ക്രൂ പ്ലാസ്റ്റിക് അതിവിടെ. ഇതാണ് നമ്മുടെ ഈ മെറ്റീരിയൽ. ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ ഈ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഭാഗം ഇത് കണ്ടോ, ഇതിനകത്ത് ഈ സാധനം ഉണ്ടല്ലോ, ഈ മുഴച്ച് നിൽക്കുന്ന ഈ തള്ളി നിൽക്കുന്ന ഈ മുള്ളു പോലെയുള്ള സാധനങ്ങൾ ഇത് അകത്തേക്ക് വരാവുള്ളൂ. അടഞ്ഞു നിൽക്കുന്നത്, തുറന്ന് നിൽക്കുന്ന ഹോളുള്ള ഭാഗം പുറത്തേക്ക് നിൽക്കണം. പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഹോളുള്ള ഭാഗത്താണ് ഇത് കടന്നു പോകുന്നത്. മനസ്സിലായോ? പുറത്തേക്ക്. അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ സാധനം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഹോള് കണ്ടോ, ഇങ്ങനെ ഒരു ഹോള് കാണുന്നില്ലേ? ഇത് ഇങ്ങനെ കാണിക്കാം. കണ്ടോ, അതെ, പുറത്തേക്ക് വരണം. മുള്ളു പോലെ നിൽക്കുന്ന ഭാഗം ഇത് കണ്ടോ, കാണാം. ഈ സാധനം പുറത്തേക്ക് വരാവുള്ളൂ. ഓക്കെ, ആ മുള്ളു പോലെ നിൽക്കുന്ന ഇങ്ങനെയാണ് ചട്ടി വരേണ്ടത്. ഓക്കെ. എന്നിട്ട് ഈ ചട്ടി വെക്കുമ്പം ഇതിൻ്റെ കട്ടാകാത്ത ഇവിടെ ഒരു എൻഡ് ഉണ്ട്. കണ്ടോ, ഇവിടെ ഒരു ബോട്ടം പോലെ ഉണ്ട്. ഇത് മുകളിൽ വരേണ്ട ഭാഗമാണ്. മുകളിൽ ഈ അടഞ്ഞ ഭാഗം, ഈ ഫുള്ള് ഹോളുള്ള താഴെ വരണ്ട. അപ്പം നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ ഈ ഹോള് എങ്ങോട്ടാണോ ആ ഹോള് താഴോട്ടിടുക. താഴോട്ടിട്ടതിന് ശേഷം നമ്മളിത് കണ്ടോ, ഈ ബേസ് എടുത്തു. ബേസിൻ്റെ ഇങ്ങനെയുള്ള ഭാഗം അകത്തേക്ക് വെക്കുക. ഇങ്ങ് വെച്ചു, ഒന്ന് കറക്കി ഇങ്ങോട്ട് വെച്ചു. സംഗതി സെറ്റായി. ചെടിച്ചട്ടി ഓക്കെ. പതിയെ നമ്മൾ ഇതെടുത്തു, ഈ സ്ക്രൂ എടുത്ത് ഇവിടെ ഇട്ടൊന്നു ഇങ്ങനെ വെറുതെ ഒന്ന് കറക്കിയാൽ മതി. പക്ഷേ നല്ല സീറ്റിങ്ങാണ്. മാത്രമല്ല നല്ല ഉറപ്പാണ്. ഒന്നും വലിച്ചു പറിക്കാനൊന്നും പറ്റില്ല. ഇതുണ്ടോ, ഈ സെറ്റിങ്ങും ഭയങ്കര ഈസിയാണ്. ഇതുണ്ടോ, ഇത് ഓൾറെഡി പോട്ടായി മാറി. ഈ ഒരു പോട്ട് ഇത് ഇഞ്ച് കണക്കിനാണ് പറയുന്നത്. ഇഞ്ച് കണക്കിന് പറയുന്ന ഈ പോട്ടിൻ്റെ ഒരു എണ്ണത്തിൻ്റെ വില വരുന്നതെന്ന് പറഞ്ഞാൽ 6x7 സൈസിന് വരുന്ന 60 രൂപ. ഏറ്റവും കുറഞ്ഞ എത്ര കപ്പാസിറ്റി ആട്ടെ നമ്മുടെ ഉള്ള? ഏറ്റവും കുറഞ്ഞ നമുക്ക് അതൊന്നും എടുത്തേ. ഇത് ഏറ്റവും കുറഞ്ഞ കപ്പാസിറ്റി നമുക്ക് 4x7 50 രൂപ. 50 രൂപയുള്ള പോട്ടാണ്. പിന്നെ അത് 350 രൂപയുടെ. അത് എത്ര ലിറ്റർ? 50 ലിറ്റർ. 50. അന്നേരം 22 ഇഞ്ചും പൊക്കവും 15 ഇഞ്ച് വീതിക ഉള്ളു. അത് മതി ഒരു ചെടിക്ക്. ഇതിന് ഒരു വലിയ സംഭവമല്ല. ഇതുപോലെ ഒരു ജാതി മരം നിൽക്കണമെങ്കിൽ ഏകദേശം നമ്മുടെ ഒരു കുട്ടകം അല്ലെ ഒരു വലിയ ചെരുവത്തിന്റെ വട്ടം മതി. ഒരു 200 ലിറ്ററിന്റെ കുറ്റി ഉണ്ടല്ലോ, ആ വലിപ്പത്തിൽ ഇത് സെറ്റ് ചെയ്ത് അതിനകത്ത് ചെയ്യാം. പക്ഷെ അത് നമുക്ക് ആവശ്യം വരുന്നില്ല. പക്ഷെ നമുക്ക് വരുന്ന വലിയ വലിയ പോട്ടുകൾ. ബിജാട്ടാ, ഇപ്പൊ ഈ പോട്ടിനകത്ത് എങ്ങനെയാ മണ്ണ് നിറയ്ക്കുന്നത്? ഇതുണ്ടോ, ഇതൊന്ന് ഇങ്ങോട്ട് ക്ലോസ് പോരെ. ഇത് നമ്മൾ മണ്ണങ്ങ് നിറച്ചു. സാധാ മണ്ണും ചാണകപ്പൊടിയും മാത്രം മതി. ഇത് നിറച്ച് ടൈറ്റാക്കി ചെടി അതിൻ്റെ അളവ് നോക്കി ഗ്രാഫ്റ്റ് മുകളിൽ നിൽക്കുന്ന പോലെ വെച്ചു, നല്ലപോലെ അടച്ചു, ചപ്പിട്ടു. ഇത് നനച്ചു കൊടുക്കുന്നു. വെള്ളം അങ്ങനെയൊന്നും വാർന്നു പോകില്ല, അവിടെ തന്നെ നിൽക്കും. മാത്രമല്ല ചെടിക്ക് നല്ലൊരു കരുത്താണ്. ഈ ചെടിയുടെ കളറും നിങ്ങളൊന്ന് വേരിയേഷൻ എടുത്തേ. ഇവിടെ ഒരേ സ്ഥലത്തിരിക്കുന്നത് ഈ ചെടിയുടെ പച്ചപ്പ് ഇത് നോക്ക്. ഇത് ഒരേ അന്നയെന്ന് പറയുന്ന ആപ്പിള. ഇതിൻ്റെ ഇത് കണ്ടോ, ഇങ്ങോട്ട് വന്നേ. ഈ ചെടിയുടെ തമ്മിൽ കളറ് കണ്ടോ? ശ്രദ്ധിച്ചു നോക്കിയേ. നല്ല പച്ചപ്പുണ്ട്. നല്ല പച്ചപ്പാണ്.
മാത്രമല്ല നല്ല ചെടിക്ക് ആവശ്യമായ സാധനം. ഇതൊരു കിടിലൻ ഐറ്റം തന്നെയാണ്. ഓക്കെ, ഈ കുറഞ്ഞ വിലയ്ക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു. കുറഞ്ഞ വിലയ്ക്ക് മാർക്കറ്റിൽ എത്തിക്കില്ല, നമ്മുടെ ആപ്പിളുകാർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കൃഷി ഇത് കണ്ടുപിടിച്ച് നമ്മൾ അവർക്ക് 25,000 പീസൊന്നും അടിച്ചൊന്നും ആർക്കും കൊണ്ടുവരാൻ പറ്റുമല്ല. അന്നേരം നമ്മളിത് ഏറ്റവും ഇതിനകത്ത് എവിടെയും കിട്ടുമായിരിക്കും, നല്ല മെറ്റീരിയൽ കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മണ്ണ് നിറയ്ക്കുന്നത് നിങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. ചാണകപ്പൊടി നമ്മുടെ എന്തെല്ലാം മിക്സ് ഉണ്ടോ അതൊക്കെ നിറച്ചാൽ മതി, അല്ലാതെ പുതിയൊരു സാധനം കൊണ്ട് നിറയ്ക്കൊന്നും വേണ്ട. അത് ടൈറ്റ് ചെയ്ത് നിറയ്ക്കുക. ഓക്കെ. പിന്നെ ഞങ്ങൾ ഈ സാധനം കേരളത്തിലോ എവിടെയൊക്കെ വേണമെങ്കിലും ഈ സാധനം കൊറിയറായിട്ടയക്കും, പാർസലയക്കും, സ്പീഡ് പോസ്റ്റിലയക്കും, അല്ലാതെ സാധാ പോസ്റ്റിലയക്കും. പോസ്റ്റിലയച്ചാൽ പൈസ കുറവുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എയർപോർട്ടിൻ്റെ സവിശേഷതകൾ, ഗുണങ്ങളും മെച്ചങ്ങളൊക്കെയാണ് ബിജുചേട്ടൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഒരുപാട് ഉപകാരമാകും കർഷകർക്കാണെങ്കിലും എങ്ങനെ മണ്ണ് നിറയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ മനോഹരമായ മറ്റൊരു എപ്പിസോഡിലോട്ട് വീണ്ടും കാണാം. അതുപോലെ തന്നെ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ബിജുചേട്ടന് പ്രത്യേകം നന്ദി പറയുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ശരി.